നമസ്കാരം, ഞാൻ ഡോക്ടർ നന്ദരാജ്. ഹൃദയാഘാതം മൂലം മരണപ്പെടുന്നവരുടെ എണ്ണം ഇന്ന് കൂടി വരികയാണ്. കൃത്യമല്ലാത്ത ജീവിത രീതികളും വ്യായാമക്കുറവും ചെറുപ്പക്കാർക്കിടയിൽ പോലും ഇതിന്റെ തോത് വർദ്ധിപ്പിക്കുകയാണ്. ഹാർട്ട് അറ്റാക്ക് വന്ന ഒരു വ്യക്തി രക്ഷപ്പെടാനുള്ള സാധ്യത നിശ്ചയിക്കുന്നത് എത്ര സമയത്തിനുള്ളിൽ ചികിത്സ ലഭിച്ചു എന്നതിനെ ആശ്രയിച്ചാണ്. അതായത് ഹാർട്ട് അറ്റാക്ക് വന്ന് 1 മണിക്കൂറിനുള്ളിൽ തന്നെ ചികിത്സ ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ അറ്റാക്കിൽ നിന്ന് ഹൃദയത്തെ പൂർണ്ണമായി മോചിപ്പിക്കാനായി സാധിക്കും എന്നുള്ളതാണ്. എന്നാൽ പിന്നീട് വൈകുന്ന ഓരോ നിമിഷവും ഹാർട്ടിലേക്കുള്ള സർക്കുലേഷൻ നിലയ്ക്കുകയും അത് പിന്നീട് ഹാർട്ടിന്റെ മസിൽസിനെ ഡാമേജ് ചെയ്യുകയോ അതുപോലെ തന്നെ പമ്പിങ് കുറയുക, BP താഴ്ന്നു പോവുക എന്ന രീതിയിലുള്ള കോംപ്ലിക്കേഷൻസിലേക്ക് കൊണ്ടുചെന്നെത്തിക്കുകയും അത് മരണസാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യാറുണ്ട്. ഇനി എന്തുകൊണ്ടാണ് ഇത്രയധികം മരണനിരക്ക് ഹൃദയാഘാതത്തിന് ഉണ്ടാവുന്നത് എന്ന് നമുക്ക് നോക്കാം. കൃത്യമായിട്ട് ലക്ഷണങ്ങളെ തിരിച്ചറിയുന്നില്ല എന്നത് തന്നെയാണ് പ്രധാന കാരണം. സാധാരണയായിട്ട് നമ്മൾ വീഡിയോസിലൊക്കെ കാണാറുള്ളത് നമ്മൾ നെഞ്ചുവേദന, ശക്തമായിട്ടുള്ളൊരു നെഞ്ചുവേദന നമ്മുടെ നെഞ്ചിൻ്റെ ഇടത് ഭാഗത്ത് വരുന്നു, കൈ അമർത്തി പിടിച്ച് അയാൾ കുഴങ്ങി വീഴും. ഈ ഒരു രീതിയിലുള്ള ലക്ഷണങ്ങളാണ് നമ്മൾ മിക്കവാറും നെഞ്ചുവേദന അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്കിനെ സംബന്ധിച്ച് കണ്ടുവരുന്നത്. എന്നാൽ 3-ൽ 1 എന്ന കണക്കിൽ നെഞ്ചുവേദന ഒരു ലക്ഷണം പോലുമായിട്ട് ചില ആളുകളിൽ കാണാനില്ല എന്നതാണ് സത്യം. അതുപോലെ തന്നെയാണ് നമ്മൾ ഈ ഹാർട്ട് അറ്റാക്കിന്റെ ലക്ഷണങ്ങളെ മിക്ക ആളുകളും ഗ്യാസിന്റെ ബുദ്ധിമുട്ടായിട്ട് കണ്ടുവരാറുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ മിക്ക ആളുകളും അല്പം ഇഞ്ചിനീര് കുടിച്ചു നോക്കുകയോ അല്ലെങ്കിൽ അയമോദമായിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുക, ഈ രീതിയിലുള്ള വീട്ടുവൈദ്യം തന്നെ ചെയ്ത് അല്പം സമയം വൈകിക്കാറുണ്ട്. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് അവർക്ക് കൃത്യമായ സമയത്ത് ചികിത്സ ലഭിക്കാൻ സാധിക്കാതെ വരികയും അത് പിന്നീട് ചില കേസുകളിലൊക്കെ നമ്മൾ കാണുന്നത് പോലെ തന്നെ ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുമ്പ് തന്നെ മരണം സംഭവിക്കുക, ഇങ്ങനെയൊക്കെയാണ് സാധാരണയായി സംഭവിക്കാറുള്ളത്. എന്നാൽ കൃത്യമായിട്ട് നമുക്ക് എങ്ങനെ തിരിച്ചറിയാം ഇത് ഹാർട്ട് അറ്റാക്കിന്റെ ലക്ഷണമാണോ ഗ്യാസിന്റെ ബുദ്ധിമുട്ടാണോ എന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നിങ്ങൾ കഴിച്ച ഭക്ഷണം ഏതാണ് എന്നൊന്ന് ശ്രദ്ധിക്കുക. സാധാരണഗതിയിൽ നമുക്ക് ഉരുളക്കിഴങ്ങ്, കപ്പ അല്ലെങ്കിൽ പരിപ്പ് വർഗ്ഗങ്ങൾ ഇതെല്ലാം കഴിക്കുമ്പോൾ ചെറിയ രീതിയിലുള്ള ഗ്യാസ്ട്രിക് ഇഷ്യൂസ്, നെഞ്ചെരിച്ചിൽ, വയറ് വീർത്തുകെട്ടൽ എന്ന രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ കാണിക്കാറുണ്ട്. പക്ഷെ ഒന്ന് ശ്രദ്ധിക്കുക, ഇതേ ഭക്ഷണം നിങ്ങൾ മുൻപ് കഴിച്ചപ്പോൾ ഇതേ തോതിലുള്ള ബുദ്ധിമുട്ടാണോ നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതൊന്ന് ഓർത്തു നോക്കുക. അതോടൊപ്പം തന്നെ ഭക്ഷണം കഴിച്ച് എത്ര സമയം കഴിഞ്ഞു എന്നുള്ളത് കൂടി വളരെ പ്രധാനമാണ്. അതായത് നമ്മൾ തലേ ദിവസം ഈ രീതിയിലൊരു ഭക്ഷണം കഴിച്ചു, അടുത്ത ദിവസം ഇതേ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതൊരിക്കലും നിങ്ങൾക്ക് ദഹന സംബന്ധമായ പ്രശ്നങ്ങളാവാൻ സാധ്യതയില്ല, മറിച്ച് അറ്റാക്കിന്റെ ലക്ഷണമാവാനാണ് സാധ്യത കൂടുതൽ. സാധാരണഗതി ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ ഭക്ഷണം കഴിച്ച് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പ്രകടമാവാം എന്നുള്ളതാണ്. അതുപോലെ ഈ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ക്രമാതീതമായിട്ട് കൂടുന്നുണ്ടോ എന്നുള്ളത് കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മറ്റൊരു കാര്യം, അഥവാ കൂടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കൈയിലേക്കോ അല്ലെങ്കിൽ ഷോൾഡറിലേക്കോ വാരിയലിലേക്കോ ഒക്കെ ഇതൊക്കെ റേഡിയേറ്റ് ചെയ്യുന്നതായിട്ട്, അതായത് വ്യാപിക്കുന്ന രീതിയിലുള്ള ബുദ്ധിമുട്ടുകളാണോ എന്നുണ്ടെങ്കിൽ നമുക്കത് അറ്റാക്കിന്റെ ലക്ഷണമാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മറ്റൊരു കാര്യം, നമ്മൾ ഏതെങ്കിലും രീതിയിലുള്ള ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ, അതായത് നമ്മൾ എന്തെങ്കിലും ഭാരം എടുക്കുകയോ നടക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഈ ഒരു ബുദ്ധിമുട്ട് കൂടുകയാണ് എന്നുണ്ടെങ്കിൽ അത് നമുക്ക് അറ്റാക്കിന്റെ സാധ്യതയാണ് അവിടെ കൂടുതലായിട്ടും കാണിച്ചു വരുന്നത്. അതോടൊപ്പം തന്നെ ശരീരം വിയർക്കുക, അതായത് കോൾഡ് സ്വെറ്റിംഗ് എന്നാണ് ഇതിന് പറയുന്നത്. നമുക്ക് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ലാതെ തന്നെ ശരീരം അമിതമായിട്ട് അല്ലെങ്കിൽ സാധാരണയിൽ കവിഞ്ഞ് വിയർക്കുക എന്നുള്ളത് നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ട ലക്ഷണം തന്നെയാണ്. അതോടൊപ്പം തന്നെയുള്ള മറ്റൊരു ലക്ഷണമാണ് നമുക്ക് ശ്വാസതടസ്സം, അതായത് നെഞ്ചിനകത്ത് എന്തോ ഭാരം കയറ്റി വെച്ചതുപോലുള്ള തോന്നൽ ഇതോടൊപ്പം തന്നെ കാണാറുണ്ട്. മറ്റൊന്നാണ് കടുത്ത ക്ഷീണം, അതായത് നമ്മൾ പ്രത്യേകിച്ച് ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യാതിരിക്കുമ്പോൾ തന്നെ നമുക്ക് അനുഭവപ്പെടുന്ന അമിതമായിട്ടുള്ള ക്ഷീണവും നമുക്ക് അറ്റാക്കിന്റെ ലക്ഷണമായിട്ട് വരാറുണ്ട്. മറ്റൊരു കാര്യമാണ്, നമുക്ക് നോർമലായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ പോലും സാധാരണയിൽ കവിഞ്ഞ് കിതപ്പ് വരിക, ഇത് നമുക്ക് ഒരു അറ്റാക്കിന്റെ ലക്ഷണമായിട്ട് നമുക്ക് കണക്കാക്കാനായി സാധിക്കും. മറ്റൊന്നാണ് പേശികൾ വലിഞ്ഞു മുറുകുന്നത് പോലെ, നമ്മുടെ നെഞ്ചിനകത്ത് എന്തോ പിടിച്ച് വലിക്കുന്നത് പോലെയുള്ള തോന്നലൊക്കെ മിക്ക ആളുകൾക്കും കണ്ടുവരാറുണ്ട്. മറ്റൊന്നാണ് നമുക്ക് കണ്ണിൽ ഇരുട്ട് കയറുക, തല ചുറ്റുക, അതുപോലെ തന്നെ ശരീരത്തിന്റെ ഭാരം കുറഞ്ഞ് നമുക്ക് കുഴഞ്ഞു വീഴുന്ന രീതിയിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഇതിന്റെ ഒരു പ്രധാന ലക്ഷണം തന്നെയായിട്ട് നമുക്ക് പറയാവുന്നതാണ്. ഈ രീതിയിലുള്ള ലക്ഷണങ്ങൾ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തുക എന്നത് തന്നെയാണ് പ്രധാനം. ഹോസ്പിറ്റലിൽ എത്തി ആദ്യം തന്നെ ഒരു ECG നമ്മൾ എടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ ചില കേസുകളിൽ നമുക്ക് അറ്റാക്ക് ആണെങ്കിൽ പോലും ECGയിൽ കാര്യമായിട്ടുള്ള വേരിയേഷൻസ് കാണാറില്ല. അങ്ങനെ വരുമ്പോൾ 1-2 മണിക്കൂർ ഇടവിട്ട്
ഒരിക്കൽ കൂടി നമ്മൾ ECG റീചെക്ക് ചെയ്ത് ഹൃദയാഘാത ലക്ഷണങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്നുള്ളത് ഉറപ്പാക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് കാർഡിയക് ബയോമാർക്കേഴ്സ് ടെസ്റ്റ് ആയിട്ടുള്ള ട്രോപ്പോണിൻ T, ട്രോപ്പോണിൻ Iയും ഇതോടൊപ്പം തന്നെ ചെക്ക് ചെയ്യേണ്ടത് വളരെ അനിവാര്യമാണ്. ശ്രദ്ധിക്കുക, ഗ്യാസിന്റെ ലക്ഷണങ്ങൾ അറ്റാക്കായി തെറ്റിദ്ധരിച്ചാൽ ഒന്നും തന്നെ സംഭവിക്കാനായി പോകുന്നില്ല. മറിച്ച് അറ്റാക്കിന്റെ ലക്ഷണങ്ങൾ ഗ്യാസ് ആണെന്ന് തെറ്റിദ്ധരിച്ച് നാം നഷ്ടപ്പെടുത്തുന്ന ഓരോ സെക്കൻഡിനും ജീവന്റെ വില തന്നെയാണുള്ളത്. അതുകൊണ്ട് തന്നെ ഓരോ ലക്ഷണങ്ങളും കൃത്യമായി തിരിച്ചറിയേണ്ടത് വളരെ അനിവാര്യമാണ്. താങ്ക് യു എവരിവൺ ആൻഡ് കീപ് വാച്ചിങ്.